നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോഷ്യോളജിയിൽ ഒരു 15 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ടും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫാദർ ഓഫ് സോഷ്യോളജി. ആരാണ് സോഷ്യോളജിയുടെ ഫാദർ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവ്? ഓഗസ്റ്റ് കോംതെ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് കേട്ടോ. മാത്രമല്ല ഇദ്ദേഹമാണ് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു ഫസ്റ്റ് സ്കോളർ എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് സോഷ്യോളജി കണ്ടുപിടിച്ചതും ആരാണ്? നമ്മുടെ ഇദ്ദേഹമാണ്. ഇത് മാത്രമല്ല സോഷ്യോളജിയിൽ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു തീമുണ്ട്. തീമല്ല, ഒരു മെത്തേഡാണ്. അതിനെ സപ്പോർട്ട് ചെയ്തതും ആരാണ്? നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് കോംതെ ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പം ഓഗസ്റ്റ് കോംതിനെ പറ്റി എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. സോഷ്യോളജിയുടെ ഫാദറാണ്, ഫസ്റ്റ് സ്കോളറാണ്, പോസിറ്റിവിസം സപ്പോർട്ട് ചെയ്തതും ആരാണ്? നമ്മുടെ ഓഗസ്റ്റ് കോംതെ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റിവിസം സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഓഗസ്റ്റ് കോംതെ ആണ്. ഓക്കെ, ഇനി അടുത്ത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡായിട്ടുള്ള സൊക്കാറ്റിസം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന ടേം ഡിറൈവ്ഡ് ചെയ്തത് എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള സൊക്കാറ്റിസം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഇത് എന്നാണ് ഡിറൈവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1830 ആ ഒരു കാലഘട്ടത്തിലാണ്. മാത്രമല്ല നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു റെവല്യൂഷൻ പീരീഡിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് എന്ന് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഉണ്ടായത് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? ഹെർബർട്ട് സ്പെൻസറുടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് സോഷ്യോളജിയുടെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാറൽ മാർക്സിൻ്റെ ബുക്ക് ഏതാണെന്നുള്ളത്. ഏതാണ് കാറൽ മാർക്സിൻ്റെ ബുക്ക്? ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി ആരുടെ ബുക്കാണ്? കാറൽ മാർക്സിൻ്റെ ബുക്കാണ്. പിന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ബുക്ക് എഴുതിയത് ആരാണ്? ദാസ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും ആരുടെ ബുക്കാണ്? നമ്മുടെ കാറൽ മാർക്സിൻ്റെ ബുക്കാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ദ പവർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? അത് നമ്മുടെ കാറൽ മാർക്സ് തന്നെയാണ്. അപ്പോൾ കാറൽ മാർക്സിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കണം. ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി എഴുതിയത് കാറൽ മാർക്സ് ആണ്. അതേപോലെ തന്നെ ദാസ് ക്യാപിറ്റൽ ഓഫ് ബുക്ക് എഴുതിയതും കാറൽ മാർക്സ് ആണ്. പവർ ഓഫ് ഫിലോസഫി എഴുതിയതും ആരാണ്? നമ്മുടെ കാറൽ മാർക്സ് ആണ്. അപ്പോൾ കാറൽ മാർക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത് 2, 3 1 വേർഡ് ഡാഷ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കിയോ, ഡാഷ് ഡീൽ വിത്ത് ദി ക്രോണോളജി സ്റ്റഡി ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. നമ്മുടെ പാസ്റ്റ് ഈവൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഡാഷ് സബ്ജക്റ്റാണ് എന്ത് ഡീൽ ചെയ്യുന്നത്? ക്രോണോളജിക്കൽ സ്റ്റഡീസിനെ പറ്റും അതേപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റീനെ പറ്റിയിട്ടും ഒക്കെ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഏതാണ് സബ്ജക്റ്റ്? നമ്മുടെ ഹിസ്റ്ററിയാണ്. ഓക്കെ, പിന്നെ അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡാഷ് സ്റ്റഡി ദി ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ ഓഫ് സൊസൈറ്റി. ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻസും എക്സ്ചേഞ്ചും കൺസപ്ഷൻസും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. അത് ഏതാണ്? നമ്മുടെ എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇതും ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അടുത്ത് നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദി സ്റ്റഡി ഓഫ് സൈക്കോളജിക്കൽ ഫാക്ട്. നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ട്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഏതാണ്? നമ്മുടെ സൈക്കോളജിയാണ്. സൈക്കോളജി അല്ലാതെ വേറെ ഏത് സബ്ജക്റ്റാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്യുന്നത്? പിന്നെ അടുത്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ആന്ത്രോപ്സ് എന്ന് പറയുന്നത് മീനിങ് എന്തോന്നാണ്? ആന്ത്രോപ്സിൻ്റെ മീനിങ് എന്തോന്നാണ്? മെൻ ആണ് ആന്ത്രോപ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വേറൊരു ചോദ്യം ചോദിക്കാം, ലോഗോസിൻ്റെ മീനിങ് എന്തോന്നാണ്? ലോഗോസിൻ്റെ മീനിങ് എന്തോന്നാണ്? സ്റ്റഡിയാണ് ലോഗോസിൻ്റെ മീനിങ്. ഇനി അടുത്ത് ആന്ത്രോപോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? നമ്മുടെ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ സോഷ്യോളജിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വീക്കെൻഡിങ്ങിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക. ലാസ്റ്റ് വരെ കേട്ട ആളുകൾ ലാസ്റ്റ് വരെ കേട്ടു എന്നുള്ളത് പറയുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.